ഇന്ന് നമുക്ക് സിമ്പിൾ മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ പിന്നത്തെ യൂസിനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മാഗി ക്യൂബ്, അതേപോലെ തന്നെ കളർ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാൻ പേടിയായിട്ട് ഇത്തിരി സ്പൂണിലാട്ടോ ഒഴിച്ചത്. പിന്നെ മനസ്സിലായി അതോട്ടൊന്നും മിക്സ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പാണ്. എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ ഉമ്മാൻ്റെ മന്തി. അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ മസാല നമ്മൾ അതുമ്മക്ക് ഇട്ടിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതുമ്മ അങ്ങനെ നല്ലോണം പിടിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ വെക്കുക, അതുമ്മക്ക് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ഇതാക്കിയെടുക്കാം. അപ്പോഴേക്കും ഉമ്മ ഇവിടെ അരി കഴുകുന്നുണ്ട്. അരിയിടാനുള്ള വെള്ളം തിളച്ചപ്പോൾ ഉമ്മയ്ക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ ചിക്കൻ റെഡി ആവുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പി. ഇപ്പുറത്തെ ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അരി വെന്തുക്കണമെന്ന് നോക്കുവാണ് കേട്ടോ. എല്ലാതും നമ്മളിങ്ങനെ ഒപ്പം ചെയ്യണം. അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി ചെയ്യും. നമ്മൾ ചിക്കൻ അതിന് മുന്നേ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചോറ് നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓഫാക്കിയിട്ട് തന്നെ ചെയ്യേണ്ടത്. ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം കുറച്ച് കളർ പൊടി മേലെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈസി ആൻഡ് സിമ്പിൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മന്തിയാണ്. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. മയോണൈസ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ പിന്നീട് ഉണ്ട്. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ കേട്ടോ. ബൈ.